ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടർ ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനുശേഷം അവിടെ വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ന് ഗവർണർ ആനന്ദ് ബോസ് മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന 48 മണിക്കൂറിനകം പ്രതികളെ പിടിക്കണം, അല്ലെങ്കിൽ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ മമതയെ അതെങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഈ പ്രതിഷേധങ്ങൾ ബാധിക്കുന്നത്? ഇപ്പോഴത്തെ പ്രതിഷേധം മമതയ്ക്ക് നെഗറ്റീവ് ആവും. ഇപ്പം ആ ഗവൺമെൻറ് കേന്ദ്ര ഇടപെട്ട് പിരിച്ചുവിട്ടാൽ ആരും കുറ്റമൊന്നും പറയില്ല. അതുപോലെ പ്രതിപക്ഷത്തിന് വലിയ സപ്പോർട്ടും കിട്ടും. അപ്പം ഇതൊരു വെറും ഒരു കൊലപാതകമാണ് എന്ന് തോന്നുന്നില്ല. ഇതൊരു സൈക്കോയുടെ ചെയ്ത ഒരു വൈകൃതമാണ് എന്നാലും തോന്നുന്ന രീതിയിലല്ല. കാരണം അവിടെ കുറേ കാലമായിട്ട്, അവിടെ 25 വർഷം CPM ആയിരുന്നു ഭരിച്ചിരുന്നു. അപ്പം അതിൻ്റെ മുമ്പാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു. നിങ്ങൾ തുടർ ഭരണങ്ങളുടെ ഒരു ഏരിയയാണ് അവിടെ. അപ്പോൾ അവിടെ അന്നൊക്കെ എല്ലാം തന്നെ ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുള്ള അതിശക്തമായിട്ടുള്ള ചില മാഫിയകളുണ്ട്. ഇപ്പം ആര് ഭരിച്ചിട്ടും അവിടെ ഒരു നമ്മുടെ ഈ പറയുന്ന കൽക്കട്ട ന്യൂസ് കണ്ട റെഡ് സ്ട്രീറ്റ് ഉണ്ടല്ലോ, എന്താ ഇവിടെ എല്ലാവരും മഹാമാരല്ലേ, ഇവരൊന്നും ഭരിച്ചിട്ട് അന്ന് പൊളിച്ചു നിൽക്കാൻ എന്ത്? അങ്ങനെ ഒരു നെക്സസ് ഉണ്ട് അവിടെ. മാത്രമല്ല ഇവരെല്ലാവരും മഹാന്മാരായ ആളുകളെല്ലാം ഭരിച്ചിട്ടും വളരെ അതീവ സമ്പന്നമായ ആ പ്രദേശത്ത് അതിന് പോപ്പുലേഷൻ ഡെൻസിറ്റിയൊക്കെ കൂടുതലാണ്, എങ്കിലും അതീവ സമ്പന്നമാണ് ആ പ്രദേശം. പക്ഷേ ആ പ്രദേശത്ത് കാര്യമായിട്ടുള്ള വികസനമൊന്നും വന്നിട്ടില്ലല്ലോ, കാര്യമായ പുരോഗതി ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അവിടെ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ചിലവഴിക്കുന്ന പണത്തിന് നല്ലൊരു പങ്കും ഈ പറയുന്ന ഈ പല മാഫിയകളും തട്ടിയെടുക്കുകയാണ്. ഈ കുട്ടിയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ നടന്ന ഈ മരുന്ന് മാഫിയയുടെ പ്രവർത്തനം, അതായത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മരുന്നുകൾ അവിടെയുള്ള മെഡിക്കൽ സിസ്റ്റത്തിൽ കൊടുത്ത് വൻ ലാഭം ഉണ്ടാകുന്ന കോക്കസിനെ ആ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ അവർ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത്. പിന്നെ നമുക്ക് കിട്ടുന്ന ന്യൂസൊക്കെ അനുസരിച്ച് അവിടുത്തെ ഹോസ്പിറ്റൽ അതോറിറ്റീസ് എല്ലാം തന്നെ വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഈ ഓരോ എപ്പിസോഡിലും ഇടപെട്ടത്. അപ്പോൾ അവർ പറയുന്നത് അത് CPM ഹോസ്പിറ്റൽ അടിച്ച് തകർത്തതെന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല, അത് ഈ മാഫിയ തന്നെ ആയിരിക്കും തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി. തെളിവുകൾ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല ഇത്തരം സാഹചര്യത്തിൽ അത് ചെയ്യാന്നുള്ളതാണ്. അതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവർ രാഷ്ട്രീയ പാർട്ടികൾ ഏത് ദുരന്തവും അത് അവരുടെ അനുകൂലമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഭരണപക്ഷമാണെങ്കിൽ പ്രതിപക്ഷമാണ്. നമ്മളെ മുന്നേ ഒരുപാട് എക്സാമ്പിളുണ്ട്. അവരുടെ പ്രൊപ്പഗാൻഡ മെഷീനറിയുടെ ഭാഗമായിട്ട് അത് അവർ ഉപയോഗിക്കും. അതൊക്കെ പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് അവിടെയുള്ള അതിശക്തമായ ഒരു ക്രിമിനൽ ലോയും മെഡിക്കൽ മാഫിയയുടെ അറിവോട് കൂടി അവർ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഇത് ശരിക്കും ഒരു മമ്മൂട്ടിയുടെ സിനിമ ഉണ്ട് അടുത്ത കാലത്ത് വന്ന്, ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ മൂവി, ഏതാണ്ട് അതുപോലുള്ള സംഭവം. ഈ ഗവർണർ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഗവർണർ ഇടപെടുമ്പോൾ കുറച്ചുകൂടെ അതിനകത്ത്, അതായത് കേന്ദ്രത്തിൻ്റെ ഒരു നോട്ടം അതിലേക്ക് വരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അല്ല, കേന്ദ്രം അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഗവർണർക്ക് ഇപ്പോൾ ഇടപെടാൻ പറ്റിയ സാഹചര്യമാണ്. ഇത്രയും മോശം ഗവർണറും സംസ്ഥാനം തമ്മിൽ കേരളത്തിൽ ഇപ്പോൾ ഇത്രയും മോശമായിട്ടില്ല. അവിടെ ഗവർണർക്കെതിരെ കേസൊക്കെ എടുത്തല്ലോ. ആ രീതിയിൽ വളരെ മോശമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. അപ്പം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ ഒരു ചാൻസ് അവർ അന്വേഷിക്കുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് അവരുടെ പ്രധാന സ്കാനറിലുള്ള സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ലോ ആൻഡ് ഓർഡറിൻ്റെ വലിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഇടപെടാനുള്ള സാഹചര്യം കേന്ദ്രം മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രക്ഷോഭം എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിൻ്റെ വേറൊരു ആവർത്തനമായിട്ട് മാറും. അത് മമതയ്ക്കെതിരായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് ബംഗ്ലാദേശിൻ്റെ ഒരു ആവർത്തനമായ തെരുവുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ അതിൻ്റെ ഇടയ്ക്ക് അത് കളിക്കുക, അതാണ് വേറൊരു കാര്യം. അപ്പം സ്വാഭാവികമല്ല അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഷെയർ ലാഭം നേടാൻ അവർ ശ്രമിക്കേണ്ടത്. പിന്നെ വേറെ പക്ഷേ അതീവ ക്രൂരമായ സ്ത്രീകൾക്കെതിരെയാണ് അതിക്രൂരമായ ആക്രമണങ്ങളൊന്നാണിത്. പലതും കേട്ട പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ അത് സ്വാഭാവികമായിട്ട് ദേശീയ ശ്രദ്ധയിൽ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് അവിടെ തന്നെ അവരങ്ങ് കുഴിച്ചു മൂടുക വിഷയം. ഇപ്പം തന്നെ തെളിവില്ല, തെളിവുകൾ നല്ല പങ്ക് നശിച്ചിട്ടുണ്ട്. ഒരുത്തനിലേക്ക് നിങ്ങൾക്ക് എല്ലാ തെളിവുകളും കൊണ്ടുവന്നിട്ട് അവനത് കുരിശിലേറ്റുന്നതോട് ഈ കേസ് നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അപ്പം പല കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരും ഇല്ലാത്ത അല്ലെങ്കിൽ സൈക്കോ ആയിട്ടുള്ള ഒരുത്തനിലേക്ക് എല്ലാ കേസുകളും കൊണ്ടുവന്നിട്ട് അതോടുകൂടി എല്ലാവരും തന്ത്രപരമായ നിശബ്ദതയിലേക്ക് അങ്ങ് മാറും. അപ്പോൾ കേന്ദ്രം ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേന്ദ്രം ഇതിൻ്റെ യഥാർത്ഥ കൽപ്പിച്ചിനെ കൊണ്ടുവരണം, അവിടെ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ കൊണ്ടുവന്നാൽ മോദിക്ക് ഇനിയും കയ്യടി കിട്ടും. അതില്ലെങ്കിൽ
എന്ത് ചെയ്യും? ബാക്കി എല്ലാവരെ പോലെ മറ്റൊരു ഭരണാധികാരി എന്ന രീതിയിൽ മോഡി അവതരിപ്പിക്കും. അത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലാണല്ലോ ഇപ്പോൾ. അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതിന് പോകണം. പിന്നെ ഈ ഏജൻസികളിലെല്ലാം ചില ആളുകളുണ്ട്, ഈ പറഞ്ഞ ഡീലുകൾ ഉറപ്പിക്കുന്ന ആളുകൾ. അവർ ചില ആളുകൾ ഓഫീസർമാരായി കഴിഞ്ഞാൽ ഡൽഹിയിലെത്തും, ബാംഗ്ലൂരിലെത്തും, അവിടെ അവരുടെ ഓഫീസ് തുറക്കും, അതിന് ഈ ഡീലുകൾ ഉറപ്പിക്കും. വലിയ വലിയ ഫൈവ്-സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പക്ഷേ മോഡി വന്നതിന് ശേഷം ഇത്തരം ഡീൽസ് കാര്യമായിട്ട് നടക്കാറില്ല. ഈ വലിയ ഡീൽസ് നടക്കുന്നത് പൊളിറ്റിക്കലി നടക്കുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ ഡീലിങ്സ് നടക്കാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ഈ വിഷയത്തിൽ പ്രതീക്ഷ കൊടുത്ത ആളുകൾക്ക് ഇടപെടി. എന്നാൽ അവസാനം സ്റ്റേറ്റ് ഗവൺമെൻറ് പോലീസ് കണ്ടെത്തിയില്ല. അപ്പോൾ ഒന്നും കണ്ടെത്താനുള്ള അവസരത്തേക്ക് ബോംബ് ചെയ്യുമ്പോൾ ഇടിയുന്നത് മോഡിയുടെ ഇമേജ് ആയിരിക്കും. എന്നാൽ പിടിക്കപ്പെട്ട മോഡിയുടെ ഇമേജ് ഭയങ്കരമായിട്ട് കൂടും. ഇതിനകത്ത് ഈ CPM-ഉം BJP-യുമാണ് അക്രമം അഴിച്ചു വിടുന്നതെന്ന് മമത ആരോപിച്ചിട്ടുണ്ട്. അവർ ഈ എന്താണ് ഈ കൊല്ലപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്, അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾക്കൊപ്പമാണ് എന്ന് മമത പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അവിടെ പ്രതിഷേധം അഴിച്ചു അക്രമം ഉണ്ടാക്കുന്നത് മുഴുവൻ CPM-ഉം BJP-യും ചേർന്നാണ് എന്നാണ് മമത പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ അല്ലേ പറയാൻ പറ്റും? അല്ല, അവരങ്ങനെ പറയുന്നത് അല്ല, അവരൊക്കെ അക്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ അത് ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന അക്രമങ്ങൾ തന്നെയാണ്. ആ അക്രമങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മിഷണറീസിനെതിരെയാണ്. അതിൽ അവരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അവിടെ ജനങ്ങളുടെ ജനങ്ങൾ വളരെ പാനിക്ഡായി അവിടെ. എസ്പെഷ്യലി കൽക്കത്ത മിഡിൽ ക്ലാസ് ഭയങ്കര പാനിക്ഡായി. നാഷണലി വലിയ ഹ്യൂ ആൻഡ് ക്രൈ ആയി മാറി ഈ വിഷയം. പക്ഷേ ഡൽഹി റേപ്പ് കേസിന് ശേഷം ഒരു ഡോക്ടർ കൂടിയാണ്. ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ അവർ കിട്ടുന്ന റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ കരുതണം. എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ സ്ത്രീകളുടെ ഒരു വലിയ രീതിയിലുള്ള എംപവർമെൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം പെൺകുട്ടികൾക്കൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഈ ആണുങ്ങളെപ്പോലെ അവർ എല്ലാത്തിനും വരുംവരായികൾ ആലോചിച്ചെന്നല്ല അവരൊരു തീരുമാനത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അവർ പലപ്പോഴും ആ ഒരു മാനസികമായ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവർ തീരുമാനത്തിലേക്ക് പോവുകയും അവരതിന് പിന്നാലെ പോവുകയും ചെയ്യും. ഈ കുട്ടിക്ക് സംഭവിച്ചു അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നു. ഈ മൊത്തം ഇതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഡോക്ടേഴ്സ് പ്രചരിപ്പിക്കുന്ന പിന്നെ അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. വളരെ ഗൂഢമായ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് ഈ രീതിയിലൊരു വലിയൊരു നാഷണൽ സെൻസേഷൻ ആവും ഈ സംഭവം അവർ കരുതിയില്ല. ഇപ്പോൾ അവർ കൈവിട്ട് പോയതുപോലെ തോന്നുന്നുണ്ടാവും. ഇങ്ങനെ പല കുംഭകോണങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. പലരും ഇത് കോംപ്രമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗൂഢമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ ബംഗാളിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മമത ശരിക്കും പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നില്ലേ? മമതയുടെ ഇതുവരെ ഉണ്ടായിരുന്ന അത് എങ്ങനെ ഈ സംഭവങ്ങൾ പോകുന്നതാണ്. ഇതുപോലെ വലിയ വിഷയങ്ങളായി വന്ന് പലതും ഒതുക്കി കളഞ്ഞിട്ടുണ്ട്. ഡൽഹി റേപ്പ് കേസ് എന്തുകൊണ്ട് വലിയ വിഷയമായി മാറുന്നത് അതിൻ്റെ പിന്നീട് ഡോവലുണ്ടായിരുന്നു. ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടുപോയിരുന്നതിൻ്റെ അത് അണയാതെ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ പരിചയത്തും അവർ വീട്ടിലേക്ക് പോകും, അവരവരുടെ കുടുംബത്തിൻ്റെ ആദ്യം ആലോചിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് അങ്ങോട്ട് പോകുന്നത് അത്രയും പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയക്കാർ എന്ത് അന്തം ഉപയോഗിക്കും. അതെ അതെ അതെ, രാഷ്ട്രീയക്കാരെ കുറിച്ച് നമുക്ക് മുൻവിധികൾ പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ കൃത്യമായൊരു അജണ്ടയോട് കൂടി നമ്മൾ കേന്ദ്രം ഫിനിഷ് ചെയ്യാന്നുള്ള അജണ്ടയോട് കൂടി കേന്ദ്രം ഇങ്ങനെ ഭയങ്കര പോപ്പുലർ സപ്പോർട്ട് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടും. ഒരു ഉന്നതമായ വിദ്യാഭ്യാസവും ഡിഗ്രികളുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥ സാധാരണ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അതൊരു വിഷയമാണ്. തുടക്കം മുതൽ ഈ കേസിൽ പോലീസും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരായിരുന്നു എന്നുള്ള ആരോപണം. അതങ്ങനെ വരുള്ളൂല്ലോ. ഇത് പിന്നെ സെൻസേഷൻ ആകുമ്പോഴല്ലേ മാറുള്ളൂ. കാരണം മക്കളെ മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടില്ല, മക്കളെ നിർത്തേണ്ട അടുത്ത് നിർത്തണം, ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ വരുള്ളൂ. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എന്ത് പറഞ്ഞാൽ ഫൈനലി ഈ പറയുന്നതിൻ്റെ മാതിരി ആ സ്ത്രീകളല്ലേ ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നൊരു കാലമാണ് നമ്മുടേത്. ഇതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്ന സ്ത്രീകളുണ്ട്. രണ്ടുമുണ്ട്, ഇപ്പോൾ രണ്ടുമുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെ എന്തെങ്കിലും ജനുവിനായി ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ അവസാനം പരാജയപ്പെട്ടു പോയി അവസാനം അവരുടെ സൈഡിൽ ആരും ഇല്ലാതിരിക്കുകയും ചെയ്യും. ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് തന്നെ ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് പോയാൽ പോലും ഇത്രയും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തോ ഒരു സംഭവത്തിന് ഒരു വലിയ പുകമുണ്ട്. ഇതൊക്കെ ഡോക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അവർക്ക് ഡോക്ടേഴ്സിന് നമ്മളെ പോലെ പുറത്ത് വന്നിട്ട് പരിചയം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഡോക്ടേഴ്സ് ആ സമരം ഏറ്റെടുത്തിട്ടുണ്ടോ? അവരിതിങ്ങനെ അവർ പോയിട്ടുണ്ട്. പക്ഷേ ഒരു കഥ ഇതൊരു വലിയ സംഘടനയാണ്. മെഡിക്കൽ ലോബി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പരിധി എത്തുമ്പോൾ ഇതിൻ്റെ ഇതങ്ങ് തണയുമ്പോൾ ഇവരെയൊക്കെ ആളുകൾ പല രീതിയിൽ ഹൈജാക്ക് ചെയ്യും. ജോലി പറഞ്ഞ് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പല രീതിയിൽ ഹൈജാക്ക് ചെയ്യും. അല്ലെങ്കിൽ കഴിയുമ്പോൾ ഡൽഹി റേപ്പ് കേസിൽ ഡോവലിൻ്റെ ഒരു ഇൻവിസിബിൾ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് 5 വർഷത്തോളം കത്തി നിന്നു. കോടതി വിധിയോ അല്ല, ഒരു പുതിയ നിയമം വരെ വന്നു. അങ്ങനെ ആരെങ്കിലും വേണം എങ്കിൽ അത് രാഷ്ട്രീയത്തിന് എങ്ങനെയാണ് നമ്മൾ വിചാരിക്കാതെ ഒരുപാട് പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് വരും.
നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നത് ഒന്നും രാഷ്ട്രീയം എവിടെ എത്തിയിട്ടുമില്ല. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള കളികൾ തന്നെ നോക്കിയാൽ മതി.